നമസ്കാരം, ദേവസൈന്യയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കന്യാകുമാരി ക്ഷേത്രത്തിനെ പറ്റി സംസാരിക്കാം. കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, അസുരന്മാർ ദേവന്മാരുടെ മേൽ ആധിപത്യം നേടുകയും അധർമ്മം പ്രബലമാകാൻ തുടങ്ങുകയും ചെയ്ത കാലഘട്ടത്തിൽ കന്യകയായ ഒരു പെൺകുട്ടിക്ക് മാത്രമേ തന്നെ കൊല്ലാൻ സാധിക്കൂ എന്ന വരം കൊണ്ട് സംരക്ഷിക്കപ്പെട്ട ബാണാസുരൻ ലോകം മുഴുവൻ നാശം വിതയ്ക്കുകയും ദേവന്മാരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും സന്യാസിമാരെയും ഋഷിമാരെയും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. തൻ്റെ മക്കളുടെ വേദന സഹിക്കാൻ കഴിയാതെ ഭൂമിദേവി പ്രപഞ്ച സംരക്ഷകനായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടി. ദേവന്മാർ പരാശക്തിയോട് പ്രാർത്ഥിക്കണമെന്ന് മഹാവിഷ്ണു ഉപദേശിച്ചു. കാരണം ബാണാസുരനെ പരാജയപ്പെടുത്താൻ പരാശക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഉപദേശമനുസരിച്ച് ദേവന്മാർ പരാശക്തിയുടെ സഹായത്തിനായി യാചിച്ചുകൊണ്ട് ഒരു യജ്ഞം നടത്തി. പരാശക്തി ഒരു കൊച്ചു പെൺകുട്ടിയുടെ രൂപത്തിൽ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ബാണാസുരൻ നയിച്ച ദുഷ്ടശക്തികളെ ഉന്മൂലനം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തു. ബാണാസുരനെ വധിക്കുന്നതിന് ഉചിതമായ സമയത്തിനായി ദേവന്മാരോട് ക്ഷമ കാണിക്കാൻ ആവശ്യപ്പെട്ട് പരാശക്തി യാഗാഗ്നിയിൽ നിന്ന് പുറത്തു വന്ന് ഇന്ത്യയുടെ തെക്കേ അറ്റത്തേക്ക് യാത്രയായി. അവിടെ ദേവി ശിവനെ ധ്യാനിക്കാൻ തുടങ്ങി. കാലം കടന്നുപോയപ്പോൾ ദേവി ഒരു കൗമാരക്കാരിയായി വളർന്നു. അങ്ങനെയാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തിന് കന്യാകുമാരി എന്ന പേര് ലഭിച്ചത്. കന്യാകുമാരിയുടെ അടുത്ത് ശുചീന്ദ്രം എന്ന സ്ഥലത്ത് രുദ്രരൂപത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന പരമശിവൻ കന്യാകുമാരിയുടെ മനോഹരമായ രൂപത്തിൽ പരാശക്തിയെ കണ്ടപ്പോൾ പ്രണയത്തിലായി. അദ്ദേഹം ദേവിയോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും പരാശക്തി അദ്ദേഹത്തിൻ്റെ വധുവാകാൻ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളും നടന്നു. ഈ ഘട്ടത്തിൽ നാരദമുനി കന്യാകുമാരിയുമായുള്ള പരമശിവൻ്റെ വിവാഹം ബാണാസുരനെ വധിക്കാനുള്ള ദേവിയുടെ സാധ്യത ഇല്ലാതാക്കുമെന്ന് മനസ്സിലാക്കി. കാരണം വിവാഹിതയായ ഒരു സ്ത്രീക്ക് ബാണാസുരനെ കൊല്ലാൻ സാധിക്കില്ല. ഈ ദുരന്തം തടയാൻ പുണ്യദമ്പതികളുടെ വിവാഹം അട്ടിമറിക്കാൻ നാരദ മഹർഷി തീരുമാനിക്കുകയുണ്ടായി. ആദ്യം നാരദ മഹർഷി കന്യാകുമാരിയെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചു. ഒരു പക്ഷേ ദേവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പരമശിവനല്ല, മറിച്ച് വേഷം മാറിയ ബാണാസുരനാണെന്ന് ദേവിയോട് പറഞ്ഞു. അതുകൊണ്ട് ലോകത്തിൽ എവിടെയും ലഭിക്കാത്ത 3 വസ്തുക്കൾ പരമശിവനോട് കൊണ്ടുവരാൻ ആവശ്യപ്പെടണമെന്ന് നാരദ മഹർഷി ദേവിയോട് പറഞ്ഞു. ആ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, കണ്ണുകളില്ലാത്ത ഒരു തേങ്ങ, സന്ധികളില്ലാത്ത ഒരു കരിമ്പിൻ്റെ തണ്ട്, ഞരമ്പുകളില്ലാത്ത ഒരു വെറ്റില എന്നിവയായിരുന്നു അവ. എന്നാൽ പരമശിവൻ ഈ പ്രയാസകരമായ വെല്ലുവിളി എളുപ്പത്തിൽ നിറവേറ്റി വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ തുടർന്നു. പക്ഷേ നാരദമുനി ഒരു അവസാന തന്ത്രം പ്രയോഗിച്ചു. വിവാഹം നടക്കേണ്ടിയിരുന്നത് ഒരു പ്രത്യേക ശുഭദിനത്തിൽ അർദ്ധരാത്രിയിലായിരുന്നു. ആ ദിവസം ശിവൻ ശുചീന്ദ്രത്തിൽ നിന്ന് കന്യാകുമാരിയുടെ വാസസ്ഥലത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇന്ന് കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന വഴുക്കുംപാറൈ എന്ന ഗ്രാമത്തിൽ എത്തിയപ്പോൾ നാരദ മഹർഷി ഒരു കോഴിയുടെ രൂപം സ്വീകരിച്ച് കൂകുകയും പ്രഭാതം വ്യാജമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹത്തിന് നിശ്ചയിച്ച സമയം കഴിഞ്ഞുപോയി എന്നും ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയി എന്നും കരുതി പരമശിവൻ ശുചീന്ദ്രത്തേക്ക് മടങ്ങി. വിവാഹത്തിനായി പരമശിവൻ എത്താത്തതിൽ കന്യാകുമാരി ദേഷ്യപ്പെട്ട് ശേഖരിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞതായി പറയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ കടൽ തീരത്ത് കണ്ടെത്തിയ മണലിനോട് സാമ്യമുള്ള ചെറിയ കല്ലുകളും ബഹുവർണ്ണ മണലുകളും മുകളിൽ പറഞ്ഞ സംഭവത്തിന് കാരണമായി കണക്കാക്കപ്പെടുന്നു. ദേവിയുടെ ഹൃദയം തകർന്നപ്പോഴും പരമശിവന് സമർപ്പിതയായി തന്നെ തുടർന്നു.
ഒരു ദിവസം പരമശിവൻ തന്നിലേക്ക് ഒന്നിക്കുമെന്ന പ്രതീക്ഷയോടെ ഇന്നും ദേവി തപസ് അനുഷ്ഠിക്കുന്നു. കന്യാകുമാരിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ബാണാസുരൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ദേവി അവനെ നിരസിച്ചു. കോപാകുലനായ ബാണാസുരൻ ദേവിയെ ബലമായി തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവൻ തൻ്റെ വാളെടുത്തു. പക്ഷേ കന്യാകുമാരിയും ആയുധധാരിയായിരുന്നു. ഒരു ഘോരമായ യുദ്ധം തന്നെ അവിടെ നടന്നു. കന്യാകുമാരി മഹാദാനപുരം എന്ന സ്ഥലത്ത് വെച്ച് തൻ്റെ ചക്രം ഉപയോഗിച്ച് ബാണാസുരനെ വധിച്ചതോടുകൂടി ബാണാസുരൻ്റെ കഥ അവസാനിച്ചു. ബാണാസുരൻ തൻ്റെ അധാർമിക പ്രവൃത്തികളിൽ പശ്ചാത്തപിക്കുകയും പരാശക്തിയോട് കരുണ കാണിക്കണമെന്നും കന്യാകുമാരിയിലെ വെള്ളത്തിൽ കുളിക്കുന്ന എല്ലാവരുടെയും പാപങ്ങൾ മോചിപ്പിക്കണമെന്നും പ്രാർത്ഥിച്ചുവെന്ന് പറയപ്പെടുന്നു. ദേവി ബാണാസുരന് വരം നൽകുകയും അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ പുണ്യസമുദ്ര സംഗമത്തിൽ കുളിക്കാൻ വരുന്നതെന്നാണ് ഐതിഹ്യം. പരമശിവൻ വിവാഹത്തിനായി വരുന്നതും കാത്ത് മാലയും പിടിച്ച് നിത്യതപസ് അനുഷ്ഠിക്കുന്ന കൗമാരക്കാരിയായ ദേവിയെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമനാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കന്യാകുമാരിയുടെ ഈ വിഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദേവിയുടെ മൂക്കുത്തിയാണ് അതിൻ്റെ പ്രത്യേകത. ഇന്നും അത് മഹത്വപൂർവ്വം തിളങ്ങുന്നു. ഒരു രാജവെമ്പാലയിൽ നിന്നാണ് മൂക്കുത്തി ലഭിച്ചതെന്നും അതിൽ നിന്ന് പ്രകാശം വളരെ തിളക്കത്തോടെ പ്രതിഫലിച്ചുവെന്നും പറയപ്പെടുന്നു. ഒരു പുരാതന നാവികൻ അതൊരു വിളക്കുമാടമാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടേക്ക് കപ്പൽ അടുപ്പിക്കാൻ ശ്രമിക്കുകയും കപ്പൽ കന്യാകുമാരി പാറകളിൽ വന്നിടിക്കുകയും ചെയ്ത ഒരു ദുരന്തം അവിടെ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരമൊരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലേക്കുള്ള കിഴക്കൻ വാതിൽ വർഷം മുഴുവനും 5 പ്രത്യേക അവസരങ്ങളിൽ മാത്രമേ ഇന്നും തുറക്കാറുള്ളൂ. ഇത്രയുമാണ് കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ഇത്രയും നേരം എന്നെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.